പൈതൃകം ഭാഗവതോത്സവം ഫെബ്രുവരി 16-ന് ആരംഭിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാമി ഉദിത് ചൈതന്യയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് യജ്ഞം. വൈകിട്ട് 4-ന് ആചാര്യന്മാർ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. 1008 മഹിളകളുടെ താലം, മുത്തുകുട, പഞ്ചവാദ്യം, നാഗസ്വരം എന്നിവയുടെ അകമ്പടിയോടെയാണ് കിഴക്കേനട മഞ്ജുലാൽ പരിസരത്ത് നിന്ന് ഘോഷയാത്ര ആരംഭിക്കുക. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വേദിയിൽ ഭദ്രദീപം തെളിയിക്കും. യജ്ഞവേദിയിലേക്കുള്ള വിഗ്രഹം മുൻ മേൽശാന്തി ഡോക്ടർ കിരൺ നമ്പൂതിരിക്ക് നൽകി യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കും. ഉദ്ഘാടന സഭയിൽ മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരൻ, ശാസ്ത്രജ്ഞ ഡോക്ടർ താര പ്രഭാകരൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, കേരള ഗവൺമെന്റ് മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ്, പത്തനംതിട്ട ഭാരതീയ വിദ്യാഭവൻ സെക്രട്ടറി പി എ ഷെരീഫ് മുഹമ്മദ് എന്നിവർ നിലവിളക്കുകൾ തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കും. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ഡി എം വാസുദേവൻ അധ്യക്ഷത വഹിക്കും. ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി സി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. സപ്താഹത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 20-ന് നടത്തപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം സുഹൃതം ഭാഗവതം സെക്രട്ടറി പി വി അതികായൻ മുഖ്യ അതിഥിയായിരിക്കും. ഫെബ്രുവരി 21-ന് നടക്കുന്ന ഗുരുവന്ദനത്തിൽ കാക്കശ്ശേരി രാധാകൃഷ്ണൻ, അക്ഷരശ്ലോക വിദ്വാൻ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ, തൃശൂർ തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ എന്നിവർ പങ്കെടുക്കും. ജി കെ പ്രകാശൻ, രവി ചങ്കത്ത്, മണലൂർ ഗോപിനാഥ്, മധു കെ നായർ, മുരളി അകമ്പടി, കെ കെ വേലായുധൻ, എ കെ ദിവാകരൻ, ശ്രീകുമാർ പി നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വർഷത്തെ പൈതൃക ഭാഗവതോത്സവം ഫെബ്രുവരി 16 ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ ആരംഭിച്ച് ഫെബ്രുവരി 23-ാം തീയതി പര്യവസാനിക്കും.